സനാഉള്ള അൽ ഹിന്ദി അൽ അമൃത്സരി റഹ്മഹുല്ല അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ എന്ന തഫ്സീർ കിതാബിൻ്റെ ദർസ് ഓഡിയോ നമ്പർ 14. സൂറത്തുൽ ബഖറ ആയത്തുകൾ 55 മുതൽ 61 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قلتم يا موسى لن نؤمن لك حتى نرى الله جهرة فأخذتكم الصاعقة وأنتم تنظرون وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون وذكروا إذ قلتم നിങ്ങൾ പറഞ്ഞ സന്ദർഭം, അതായത് വദ്കുറു നിങ്ങൾ സ്മരിക്കുക, ഇത് ഖുൽതും നിങ്ങൾ പറഞ്ഞ സന്ദർഭം. അല തൂർ പർവ്വതത്തിനടുത്ത് വെച്ചിട്ട് എന്താ പറഞ്ഞത്? യാ മൂസ, ഓ മൂസ, ലൻ നുഅ്മിന ലക, നിശ്ചയം ഞങ്ങൾ ഒരിക്കലും നിന്നിൽ വിശ്വസിക്കുകയില്ല. ഇസ്രായേലിൽ കുറച്ച് ആളുകൾ പറഞ്ഞതാണ്. ഹത്ത ഏതുവരെ? നറ ഞങ്ങൾ കാണുന്നത് വരെ അള്ളാഹുവിനെ ജഹറത്തൻ പരസ്യമായിട്ട്, ഞങ്ങൾക്ക് നേരെ അള്ളാഹുവിനെ കാണണം, എന്നാലും ഞങ്ങൾ വിശ്വസിക്കുള്ളൂ എന്ന്. അയ്യാനൻ അതായത് കണ്ണുകൊണ്ട്. അപ്പോൾ എന്താ ഈ സംഭവിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഘോര ശബ്ദം നിങ്ങളെ പിടികൂടി. ഒരു സ്വായക്കത്ത് പിടികൂടി എന്നാണ്, ഒരു ഇടുത്തി. സ്വായക്കത്താണ് ഇടുത്തി പിടികൂടി എന്നാണ്. അൽ മുൽത്തസിമത്തുൽ റജ്ഫ, അപ്പോൾ ഒരു പ്രകമ്പനത്തോട് കൂടിയിട്ടുള്ള ഇടുത്തി. പ്രകമ്പനം റജ്ഫത്ത് നിന്നും വന്നിട്ടുണ്ട്, പ്രകമ്പനം. അന്തം തന്നുറൂൻ, നിങ്ങൾ നോക്കി നിൽക്കുക. അങ്ങനെ ആ ഇടുത്തി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഫമുത്തും, അങ്ങനെ നിങ്ങൾ മരണപ്പെട്ടു. ആ ആവശ്യപ്പെട്ട ആൾക്കാർ ഇസ്രായേലിൽ എല്ലാവരും അല്ല, കുറച്ച് ആളുകൾ. ثم بعثناكم من بعد موتكم لعلكم تشكرون. ثم بعثناكم, പിന്നീട് നാം നിങ്ങളെ പുനർജനിപ്പിച്ചു. മിൻ ബഅദി മൗതിക്കും, നിങ്ങളുടെ മരണശേഷം. അതായത് അവിടെ അള്ളാഹു അവരെ പ്രത്യേകമായിട്ട് മരിപ്പിച്ചു, എന്നിട്ട് അതിനുശേഷം അവരെ തന്നെ അള്ളാഹു പുനർജനിപ്പിക്കുകയും ചെയ്തു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാൻ. ഐ സുമ്മ അഹ്യൈനാക്കും, അതായത് പിന്നെ നാം നിങ്ങൾക്ക് ജീവൻ നൽകി ജീവിപ്പിച്ചു നിങ്ങളെ നാം. അള്ളാഹു പറയാണ് ബഅദ ഹലാക്കിക്കും, നിങ്ങളുടെ നാശത്തിന് ശേഷം. അപ്പോൾ അള്ളാഹുവിനെ കണ്ടാലേ വിശ്വസിക്കുള്ളൂ നേരെ എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറഞ്ഞ ആളുകളെ, അങ്ങനെ പറഞ്ഞ ഇസ്രായേലിനെ അള്ളാഹു എന്ത് ചെയ്തു? ഒരു ഇടുത്തി വരുത്തി ഇറക്കിയിട്ട് അവരെ നശിപ്പിച്ചു, അവരെ മരിപ്പിച്ചു എന്നതാണ്. എന്നിട്ട് അള്ളാഹു അവരെ, ആ മരിച്ച ആളുകളെ തന്നെ അള്ളാഹു ജീവിപ്പിക്കുകയും ചെയ്തു. ഈ ഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് മറ്റൊരിടത്ത് പറഞ്ഞതാണ്. സൂറത്തുൽ അഅറാഫ് 155 ആയത്ത്. واختار موسى قومه 70 رجلا لميقاتنا فلما أخذتهم الرجفة قال رب لو شئت لأهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين. واختار മൂസ നബി
തെരഞ്ഞെടുക്കുകയും ചെയ്തു ഖൗമുഹു അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് 70 റജുല 70 ആളുകളെ ലി മീഖാത്തിന നാമുമായുള്ള മീഖാത്തിന് തൂർ പർവ്വതത്തിലേക്ക് അവരെയും കൊണ്ടുപോയി 70 ആളുകളെ. ഇത് എപ്പോഴാ? മൂസ അലൈഹിസ്സലാം തൗറാത്ത് സ്വീകരിക്കാൻ വേണ്ടി പോയ സമയത്തൊക്കെ അവരെന്ത് ചെയ്തു? പശുക്കുട്ടികളെ ആരാധിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ അത് ശേഷം ആണ് എന്ന് പറയുന്നുണ്ട്. ഏതാവട്ടെ, അവർ അള്ളാഹുമായുള്ള മീഖാത്ത്, അള്ളാഹുവിനെ നേരിട്ട് കാണുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ അനുഗമിച്ചവർ പോയി. ആ ആളുകളാണ് ഈ ആവശ്യപ്പെട്ടത് എന്നതാണ്. ഫലമ്മ അഹദത്തുഹുമുർ റജ്ഫത്തു, അങ്ങനെ അവരെ പ്രകമ്പനം പിടികൂടിയപ്പോൾ, അതായത് നേരത്തെ ഇടിത്തി എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ നേർക്ക് നേരെ ഞങ്ങൾ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് അവർ പറഞ്ഞല്ലേ. അപ്പോൾ അവരെ ഒരു റജ്ഫത്ത് അലി സ്വായത്ത് പിടികൂടി എന്നതാണ്. ഖാല, അപ്പോൾ മൂസ അലൈഹി സ്വലാം പറഞ്ഞു, റബ്ബി, എൻ്റെ റബ്ബേ, ലൗ ഷിഅ്ത, നീ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അഹ്ലക്തഹും മിൻ ഖബ്ലു, ഇതിനു മുമ്പേ തന്നെ അവരെ നശിപ്പിക്കാമായിരുന്നു, വയ്യായ എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു. അതുഹ്ലികുന, നീ നശിപ്പിക്കുകയാണോ, ബിമാ ഫഅല സുഫഹാഉ മിന്ന, ഞങ്ങളിലുള്ള ഭോഷന്മാർ മടയന്മാർ പ്രവർത്തിച്ചത് കാരണമായിട്ട്. ഇൻ ഹിയ ഇല്ലാ ഫിത്നത്തുക, ഇത് നിൻ്റെ ഒരു പരീക്ഷണമല്ലാതെ മറ്റൊന്നുമല്ല. തുദല്ലു ബിഹാ മൻ തശാ, അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നവരെ നീ വഴികേടിലാക്കുന്നു. വതഹ്ദീ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ മാർഗദർശനത്തിലാക്കുന്നു. അന്ത വലിയുന, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്. ഫഗ്ഫിർ ലനാ, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. വറഹംന, ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണമേ. വഅന്ത ഖൈറുൽ ഗാഫിരീൻ, പൊറുക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണല്ലോ നീ, ഏറ്റവും ഉത്തമമായ നിലയിൽ പൊറുക്കുന്നവൻ. വളല്ലൽനാ അലൈക്കുമുൽ ഗമാമ, ആയത്ത് തുടർന്ന് പറയാണ് സൂറത്തുൽ ബഖറയിലെ ആയത്ത്. അങ്ങനെ നിങ്ങൾക്കുമേൽ നാം നിഴൽ വർഷിക്കുകയും ചെയ്തു, നിഴലായിട്ട് നൽകുകയും ചെയ്തു. അൽ ഗമാമ, മേഘത്തെ. ഫി വാദി തീഹ്, അതായത് ആ മരുഭൂമിയിൽ, അവർ സീന മരുഭൂമിയിൽ ആയിരുന്നല്ലോ, മിസ്ർ എന്ന് പുറപ്പെട്ട് അവർ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് അവിടേക്ക് പോകാൻ പറഞ്ഞപ്പോൾ അവിടെ അമാലിക്ക ഗോത്രക്കാർ നല്ല കായബലമുള്ള ആളുകൾ ആണെന്നും അവരെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ കൈയടക്കാൻ കഴിയുകയില്ല, ഞങ്ങൾക്കാവൂല എന്ന് പറഞ്ഞ് പിന്മാറിയല്ലോ. അങ്ങനെ അവർ മരുഭൂമിയിൽ കുറേ കാലം അലഞ്ഞു തിരിയേണ്ടി വന്നല്ലോ. ആ സമയത്ത് അള്ളാഹു അവർക്ക് മേഘം കൊണ്ട് തണലിട്ടു. ലിദഫ്ഇ ശംസി, ആ സൂര്യതാപം തടയുന്നതിനായിട്ട്. വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസൽവ, നാം നിങ്ങൾക്കും മേൽ മന്നയും സെൽവയും തന്നെ, നിങ്ങൾക്കായിട്ട് മന്ന സെൽവയെ നൽകി. മന്ന ഒരു പ്രത്യേക വിഭവം, കട്ടിത്തേൻ എന്നൊക്കെയാണ് പരിഭാഷപ്പെടുത്താറുള്ളത്. അള്ളാഹു പ്രത്യേകമായിട്ട് അവർക്ക് നൽകിയ ഒരു വിശിഷ്ട ഭോജ്യമാണ്. എന്താണെങ്കിലും അത് അധ്വാനമൊന്നുമില്ലാതെ അവർക്ക് കിട്ടിയ ഒരു സംഭവമായിരുന്നു, ഒരു പ്രത്യേക ഭക്ഷണമായിരുന്നു. സെൽവയും, സെൽവ കാടപ്പക്ഷി എന്നൊക്കെ പരിഭാഷപ്പെടുത്താറുണ്ട്. കാടപ്പക്ഷി എന്നതല്ല, അതുപോലത്തെ ഒരു പക്ഷി, ഒരു ഭക്ഷ്യവിഭവം. റിസഖല്ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട്. കുൽന, എന്നിട്ട് നാം നിങ്ങളോട് പറഞ്ഞെന്താണ്? കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, കുലൂ, നിങ്ങൾ ഭക്ഷിക്കൂ, മിൻ ത്വയ്യിബാതി, നല്ലതിൽ നിന്ന്, മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയ. അപ്പം നാം നിങ്ങൾക്ക് നൽകിയ നല്ല വിഭവങ്ങൾ നിങ്ങൾ ഭക്ഷിക്കൂ എന്ന്. അൽ ഇളാഫത്തു ബയാനിയത്ത്, ഇവിടെ മാ റസഖ്നാകും എന്ന് പറയില്ല, അത് വിവരിച്ച് പറയാണ് നാം നിങ്ങൾക്ക് നൽകിയ എന്നത്. അല്ലാഹു തആലാന്റെ വചനം തെളിവ്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ ജന്നതാനി അൻ യമീനിൻ വശിമാൽ കുലൂ മിർ റിസ്ഖി റബ്ബികും വഷ്കുറൂ ലഹ് ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. സൂറത്ത് സബ 15-ാമത്തെ ആയത്ത്. അത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നൽകിയ നല്ല ഇതിൽ നിന്നെന്ന് പറഞ്ഞില്ല, നല്ല ഭക്ഷണത്തിൽ നിന്നെന്ന് പറഞ്ഞല്ലോ. അവിടെ അള്ളാഹു നൽകിയത് എന്നതിനൊരു വിശദീകരണം പറഞ്ഞാണ്. ലഖദ് കാന ലി സബഇൻ, സബ നിവാസികൾക്ക് ഉണ്ട്, ഫി മസ്കനിഹിം, അവരുടെ താമസ സ്ഥലത്ത്, ആയ ദൃഷ്ടാന്തമുണ്ട്. ജന്നതാനി അൻ യമീനിൻ വശിമാലിൻ, വലതു ഭാഗത്തും ഇടതു ഭാഗത്തും 2 അരുവികൾ അവർക്കുണ്ട്. അള്ളാഹു നൽകിയത്. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ വിഭവം, റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കൂ. വഷ്കുറൂ ലഹ്,
അവന് നിങ്ങൾ നന്ദി ചെയ്യൂ. ബൽദത്തുൻ ത്വയ്യിബ, നല്ല നാട്, റബ്ബുൻ ഗഫൂർ, പൊറുക്കുന്ന റബ്ബും എന്ന്. ഇവിടെ കുലു മിർ റിസ്ഖി റബ്ബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബിൻ്റെ റിസ്ഖിൽ നിന്ന്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാ റസഖ്നാകും എന്ന് പറഞ്ഞത് അതേപോലെയാണ് അർത്ഥം. വമാ ളലമൂന, തുടർന്ന് പറയാം, അവർ നമ്മോട് അക്രമം കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചത് യഥാർത്ഥത്തിൽ അത് അവർക്ക് തന്നെയാണ് അക്രമം, അവരുടെ സ്വന്തം നഫ്സുകൾക്ക് തന്നെയാണ് അത് അക്രമം എന്ന്. ബിൽ കുഫ്രാനി, നിഷേധം കൊണ്ട്, അവരുടെ നിഷേധം കൊണ്ട് അല്ലെങ്കിൽ നന്ദി കേടുകൊണ്ട്. ബി ഖൗലിഹിം, അവരുടെ വചനം, അവർ പറഞ്ഞല്ലോ ലൻ നസ്ബിറു അലാ തുആമിൻ വാഹിദിൻ, തുടർന്ന് വരുന്നുണ്ടത്. അതായത് മന്നയും സെൽവയും അവർക്ക് ഭക്ഷണമായിട്ട് നൽകിയപ്പം ഒരേ ഒരു ഭക്ഷണം ഞങ്ങൾക്ക് മടുപ്പാണ്, ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് വേറെ പല ഐറ്റംസ് വേണമെന്ന് പറഞ്ഞേ. അങ്ങനെ അതൊരു തരം നന്ദി കേടാണ്, അതാണ് പറഞ്ഞത്. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, വലാകിൻ കാനൂ, പക്ഷേ അവരെന്താ ഇത്, അൻഫുസഹും, അവരുടെ സ്വന്തം നഫ്സുകളോട് തന്നെ യദ്ലിമൂൻ, അവർക്ക് അക്രമം പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അവർ ഈ നന്ദികേട് കാണിച്ച് യഥാർത്ഥത്തിൽ അവർക്ക് തന്നെ ആണ് അത് അക്രമമായി മാറുന്നത് എന്നാണ്. ഇത് വബാലു കുഫ്രിഹിം അലൈഹിം, അത് എന്താണ്, അവർക്ക് മേൽ തന്നെ നാശം, ഫസാദാണ്, വബാലാണ്. ലി ഖൗലിഹി തആല, അല്ലാഹു തആല വചനം തെളിവ്, മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി വമൻ അസാഅ ഫഅലൈഹാ വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. മൻ അമില സ്വാലിഹൻ, ആരൊരുത്തൻ സൽക്കർമ്മം പ്രവർത്തിച്ചു, വഫലി നഫ്സിഹി, എന്നാൽ അവൻ്റെ നഫ്സിന് തന്നെ, അവൻ തന്നെയാണ് ഗുണം. വമൻ അസ, ആരൊരുത്തൻ തിന്മ പ്രവർത്തിച്ചപ്പോൾ ഫഅലൈഹ, അതിൻ്റെ പാപഭാരവും അതിൻ്റെ പ്രശ്നവും അവൻ തന്നെയാണ്. വമാ റബ്ബുക, നിൻ്റെ റബ്ബല്ല, ബിളല്ലാമിൻ ലിൽ അബീദ്, അവൻ്റെ ദാസന്മാരോട് അക്രമം പ്രവർത്തിക്കുന്നവനല്ല എന്ന്. ഫുസ്സിലത്ത് 46-46 ആയത്തിലാണ്. ഇനി തുടർന്ന് പറയാം, വഇദ് ഖുൽന ദുഖുലൂ ഹാദിഹിൽ ഖറിയ, വഇദ് ഖുൽന, നാം പറഞ്ഞ സന്ദർഭം, ഉദ്ഖുലൂ, നിങ്ങൾ പ്രവേശിക്കുവീൻ, ഹാദിഹിൽ ഖറിയത, ഈ രാജ്യത്ത്. ലി ഖൗലിഹി, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ മാഇദ 21 ആയത്തിൽ കാണാം, യാ ഖൗമി ദുഖുലുൽ അർളൽ മുഖദ്ദസത അല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദൂ അലാ അദ്ബാരിക്കും ഫതൻഖലിബൂ ഖാസിരീൻ. യാ ഖൗമി, അല്ലയോ ജനങ്ങളെ, എൻ്റെ ജനതയെ, ഉദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കൂ, അൽ അർളൽ മുഖദ്ദസത, വിശുദ്ധ ഭൂമിയിൽ നിങ്ങൾ പ്രവേശിക്കുകയും, അല്ലത്തി, എങ്ങനെയുള്ള, കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ള, വലാ തർതദ്ദു അലാ അദ്ബാരിക്കും, നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, നിങ്ങളുടെ ദുബുർ, അപ്പോൾ പിന്തിരിഞ്ഞു പോകരുത്. ഫതൻഖലിബൂ ഖാസിരീൻ, അങ്ങനെ പിന്തിരിഞ്ഞാൽ നിങ്ങൾ പരാജിതരിൽപ്പെട്ടു പോകും. അപ്പോൾ ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഭൂമി, നിങ്ങൾ അവിടെ ഉള്ള ദുഷ്ടന്മാരെ നീക്കം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ താമസിക്കണം എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇസ്രായേലിയരത് ചെവിക്കൊണ്ടില്ല ആദ്യം. അതാണ് പറയുന്നത്, അതാണ് ഇവിടെയും പറയുന്നത്, വഇദ് ഖുൽന ദുഖുലൂ ഹാദിഹിൽ ഖറിയത, എന്നിട്ട് ഫകുലൂ മിൻഹാ, അതിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യൂ, ഹൈസു ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, റഗദൻ, സുഭിക്ഷമായിട്ട്, വദ്ഖുലുൽ ബാബ സുജ്ജദ, എന്നിട്ട് ആ നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. എങ്ങനെ? സുജ്ജദ, സുജൂദ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ കീഴ്വണക്കത്തോടു കൂടി, അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട്, വിനയാന്യതരായിക്കൊണ്ട് എന്നർത്ഥം. ഐ മുത്തഹാദിഈന, വിനയാന്യതരായിക്കൊണ്ട്, ഖുദൂഅോട് കൂടി, ലാ മുത്തകബ്ബിരീന, ധിക്കാരികളായിക്കൊണ്ടല്ല, പൊങ്ങച്ചം നടിച്ചുകൊണ്ട്, അഹങ്കാരികളായിക്കൊണ്ടല്ല എന്ന്. ലി ഖൗലിഹി തആല, അല്ലാഹു തആല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, വഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, അവർക്ക് മേൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നില്ല. ഇൻഷിഖാഖ് 21 ആയത്ത്. ഇനി അല്ലാഹു തുടർന്ന് പറയുന്നത്, വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ പറയണം. ആ ബൈത്തുൽ മഖ്ദിസിലേക്ക്, വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഗേറ്റിൽ വെച്ചിട്ട് എന്താ പറയേണ്ടത്? ഹിത്തത്തുൻ എന്ന്. നിങ്ങൾ സാജിദീങ്ങളായി അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാന്യതരായിക്കൊണ്ട് അവിടെ പ്രവേശിക്കുകയും, ഹിത്തത്തുൻ അതിനർത്ഥം എന്താണ്? പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഐ അമ്രുന ഇസ്തിഗ്ഫാർ തവക്കുൽ, അതായത് തവക്കുലിൻ്റെ കൽപ്പന, പാപമോചനത്തിൻ്റെ കൽപ്പന അള്ളാഹുവിൻ്റെ. ലി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൂ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അപ്പോൾ വഖൂലു ഹിത്തത്തുൻ, നിങ്ങൾ ഹിത്തത്തുൻ എന്ന് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ നിങ്ങൾ
അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് വിനയാന്യതരായിക്കൊണ്ട് ആ രാജ്യത്ത് പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹു പറയാണ് നഗ്ഫിർ ലക്കും ഖത്വായാക്കും, നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾക്ക് നാം പുറത്തു തരും. വസനസീദുൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർക്ക് നാം കൂടുതൽ സായിദായിട്ട് നൽകുകയും ചെയ്യും. അതായത് അൽ മുഖ്ലിസീന, നല്ല ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുന്നവർക്ക് അജ്റുഹും, അവരുടെ കൂലി, ബൽ സായിദൻ അലാ അജ്രിഹിം, അവരുടെ കൂലിൻ്റെ മേൽ കൂടുതലായിട്ടും അള്ളാഹു നൽകും. ഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനം തെളിവ്, ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് ഉദ്ദേശിക്കുന്നത്, അവർ ആഗ്രഹിക്കുന്നത് അവർക്കുണ്ടാവും സ്വർഗവാസികൾക്ക്. മാത്രമല്ല വലദൈനാ മസീദ്, നമ്മുടെ പക്കൽ കൂടുതലുമുണ്ട്, കൂടുതലും അവർ നൽകും, അവർക്ക് സാധ്യതയായിട്ടും അള്ളാഹു നൽകുമെന്ന്. അങ്ങനെ തുടർന്ന് പറയണേ, ഫബദ്ദലല്ലദീന വലമൂ, അങ്ങനെ അക്രമം ചെയ്തവർ മാറ്റി, തബ്ദീൽ ചെയ്തു, മാറ്റി എന്ത്, ഖൗലൻ, വചനത്തെ, ഗൈറല്ലദീ ഖീല ലഹും, അവരോട് പറയപ്പെട്ടതല്ലാതെ. അതായത് പറഞ്ഞത് എന്താണ്, ഹിത്വത്തുൻ എന്ന് പറയാനാണ്, പാപമോചനം തേടാനാണ് പറഞ്ഞത്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ വേറൊരു വാക്കാണ് പറഞ്ഞത്. ആ വാക്ക് അള്ളാഹു കൽപ്പിച്ച വാക്കല്ല. ഐ ഖാലഫു മാ ഉമിറു ബിഹി മിന തവക്കുലി വൽ ഇസ്തിഗ്ഫാരി, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, പാപമോചനം തേടുക എന്ന് കൽപ്പിക്കപ്പെട്ടതിന് എതിരെ അവർ പ്രവർത്തിച്ചു. ഫബദ്ദലു ബിഖൗലിഹിം, അവരുടെ വചനം കൊണ്ട് അവരെന്ത് ചെയ്തു, അത് അവർ മാറ്റി പറഞ്ഞു. ഖാലു, അവർ പറഞ്ഞു, യാ മൂസ, ഓ മൂസ. സൂറത്തുൽ മാഇദ 24-ാമത്തെ ആയത്തിൽ കാണാം, ഖാലു യാ മൂസ എന്ന് കഴിഞ്ഞിട്ട് ഇന്നാ ലൻ നദ്ഖുലഹാ അബദൻ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. അപ്പോൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് ആദ്യം അവർ അതിന് തന്നെ എതിരായി, ആ പ്രവേശിക്കാൻ പോലും തയ്യാറായില്ല എന്നതാണ്. അവർ എന്താ പറഞ്ഞത്, ഇന്നാ ലൻ നദ്ഖുലഹാ അബദ, ഒരിക്കലും ഞങ്ങൾ അവിടെ പ്രവേശിക്കുകയില്ല, മാ ദാമു ഫിഹ, അവരവിടെ ഉള്ളിടത്തോളം കാലം. എന്ന് പറഞ്ഞാൽ അമാലിക്ക ഗോത്രക്കാർ, അവർ നല്ല കായബലക്കുള്ളവരാണ്, അവരെ അതിക്രമിച്ച് അവരെ നേരിട്ട് കൊണ്ടൊന്നും ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാനൊന്നും കഴിയില്ല. ഫദ്ഹബ് അൻത വറബ്ബുക, നീ നിന്റെ റബ്ബും പോയിക്കോ, ഫഖാതിൽ, എന്നിട്ട് രണ്ടാളും കൂടി ഒന്ന് യുദ്ധം ചെയ്യും. ഇന്ന ഹാഹുനാ ഖായിദ്, ഞങ്ങൾ ഇവിടെ ഇരിക്കുക എന്ന്. വൈലൻ ദഹരു അല അസ്താഹി എന്ന് പറഞ്ഞാൽ, അസ്ത് എന്ന് പറഞ്ഞാൽ ഈ പിൻഭാഗം, ചന്തി എന്നൊക്കെ പറയാം. അവർ ചന്തി കുത്തിയാണ് പ്രവേശിച്ചതെന്നാണ്. ഖാലു ഹബ്ബത്തും ഫീ ഷഅറ എന്നൊക്കെയാണ് ധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഹുത്തത്തുൻ എന്ന് പറയാൻ പകരം അതിന് സമാനമായി സദൃശമായി തോന്നാവുന്ന വേറെ അർത്ഥത്തിലുള്ള വേറെ വാക്കുകളാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അപ്പോൾ അക്രമം പ്രവർത്തിച്ചവരുടെ മേൽ നാം റിജിസ്, അദാബ് ഇറക്കി. റിജിസ് പറഞ്ഞാൽ ശിക്ഷ, അദാബൻ. ബിമാക്കാനു യഫ്സുഖൂൻ, മിനസ്സമായി, ആകാശത്തിൽ നിന്ന്, ബിമാക്കാനു യഫ്സുഖൂൻ, അവർ അധർമ്മം പ്രവർത്തിച്ചത് കാരണമായി. അതായത് അഹറംനാഹും, നാം അവർക്ക് വിലക്കി, ബിഫിസ്ഖിഹിം, അവരുടെ അധർമ്മം കാരണം, തമ്മാടിത്തം കാരണം. ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖാല ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സനഹ യതീഹൂന ഫിൽ അർളി ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം, നിശ്ചയം അത് അവർക്ക് മേൽ വിലക്കപ്പെട്ടിരിക്കുന്നു, ആ വാഗ്ദത്ത ഭൂമി. 40 സന, 40 കൊല്ലം ഇനി അവർക്ക് കണ്ടു പോകാൻ കഴിയില്ല. കാരണം അവരോട് കൽപ്പിച്ചപ്പോൾ അവർ പോയില്ല, അവർ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല, ധർമ്മയുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. യതീഹൂന ഫിൽ അർള്, അവർ ഭൂമിയിൽ ഇങ്ങനെ, മരുഭൂമിയിൽ ഇങ്ങനെ താണ്ടി നടക്കും. ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ, അപ്പോൾ അധർമ്മികളായിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ നിരാശപ്പെടേണ്ട എന്ന് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനോട് പറയണം. അങ്ങനെ അവർ കുറേ കാലം കഴിഞ്ഞ ശേഷമാണ് അവിടെ കീഴടക്കാൻ അവർക്ക് സാധിച്ചത്. ഹാറൂൻ നബി അലൈഹി സ്വലാമും വഫാത്തായി. പിന്നീട് മൂസ അലൈഹി സ്വലാമും വഫാത്തായക്ക് ശേഷം യൂഷാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലാണ് ബൈത്തുൽ മഖ്ദിസ് അവർക്ക് അവരുടെ മാതൃസ്ഥാനത്തേക്ക് അവർക്ക് പോകാൻ സാധിച്ചത് എന്ന് ആണ് മനസ്സിലാകുന്നത്. അങ്ങനെ പ്രവേശിച്ചപ്പോൾ, ആ സമയത്ത് അവർ പ്രവേശിച്ചപ്പോഴും അവരോട് പറഞ്ഞ വാക്കല്ല അവർ ഉരുവിട്ടത് എന്നൊക്കെ തഫ്സീറുകളിൽ വേറെയൊക്കെ കാണാം.